എന്തേ സംഭവിച്ചെന്താ? അതായത് നമ്മളവിടെ വണ്ടി സൈഡാക്കിയതാണ്. ഈ 400 സൈഡാക്കിയിട്ട് നമ്മളിപ്പം ജസ്റ്റ് ഇറങ്ങിയ പാട് ബസ് നല്ല സ്പീഡിലാണ് വന്നിന്. ആടെ ഉണ്ടായ വണ്ടിനെ അടിച്ച് തെറിപ്പിച്ചിട്ടാണ് വണ്ടിയുടെ എത്തിയിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ യാത്രക്കാരായിട്ടുള്ള ആൾക്കാർ സ്ത്രീകളടക്കം പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ടക്ടറോട് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്ത് നമ്മളെ കൊല്ലാനാ കൊണ്ടുവന്നത്. അത്ര സ്പീഡിലാണ് പോലും വണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ആർക്കും പരിക്കുണ്ടോ? പരിക്ക് ആർക്കും ഒരാൾക്ക് നല്ല മൂക്ക് നല്ല രക്തം വന്നെല്ലാം പറ്റും ആരോ കൂട്ടിപ്പോയിന്. പിന്നെ 1-2 ആളെ നെഞ്ഞിനെല്ലാം അടിച്ചിട്ടല്ലോ, പ്രായമുള്ള ഒരാൾക്കാരെല്ലാം നെഞ്ഞിനടിച്ചെന്നെല്ലാം പറ്റും അങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ട്. ഈ ലോറിയിൽ ആരും ഉണ്ടായിരുന്നില്ല? ലോറി ഡ്രൈവർ ഉണ്ടായിരുന്നു. ഡ്രൈവർ മിംസിലുള്ള പരിക്കുണ്ട് ചെറിയ അങ്ങനെ തലയടിച്ചു പോയിട്ട് ഇപ്പോൾ ടെസ്റ്റെല്ലാം നടക്കുന്നുണ്ട്. എന്നാ അവസ്ഥ എന്നറിയില്ല. വീടുണ്ടായ വണ്ടിയാണ്, അപ്പുറം സൈഡിൽ അവിടെ വെച്ച വണ്ടിയാണ്. നമ്മൾ 2 ആൾ വണ്ടിയിലുണ്ടായിരുന്നു, നിർത്തിയിട്ട വണ്ടിയാണ്. നമ്മൾ ചോറ് തന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. ഇറങ്ങിയ ടൈമിനാണ് ബസ് വന്നിട്ട് ബാക്കിൽ നിന്ന് അടിച്ചിട്ട് ഈ പോസ്റ്റ് അടിച്ചുകൊണ്ടാണ് സ്പീഡ് കുറഞ്ഞിട്ട് അവിടെ ട്രാൻസ്ഫോർ രക്ഷപ്പെട്ടു. ഭയങ്കര അടി മാത്രം ഭയങ്കര സ്പീഡിലാണ് ബസ് വന്നത്. ബസ്സെല്ലാം വരുന്നതിൽ നമ്മൾ ലൈവ് കണ്ടതാണ്. ഇന്നലെ അവിടെ ഞാൻ ഗേറ്റിൻ്റെ അടുക്ക കുട്ടീനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് വരുന്നത്. ആ സമയത്ത് അവിടെ വരുന്ന സമയത്ത് ഇവിടുന്ന് ലോറി മൂവ് ചെയ്തതിനോന്ന് അറിയില്ല മുന്നോട്ട്. അപ്പോൾ പെട്ടെന്ന് അടിച്ചു. അതിൻ്റെ സൈഡിൽ ബസ്സടിച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ മതിലിന് ഉരസിയിട്ടുണ്ട്. അവിടെ എന്തോ ഭാഗ്യത്തിന് മതിലിന് അടിച്ചില്ല, ഉരസിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു, ആ ഗേറ്റിന് ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നു. കുട്ടീനെ ഈ സമയത്ത് ഞാൻ ഓടി മാറി. ഇത് അടി കണ്ടപ്പോൾ തന്നെ ഞാൻ ഓടി മാറി. കാരണം കുട്ടി സാധാരണ ഒരു 1:15 വരുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോള്. അപ്പോൾ ആ കുട്ടീനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗേറ്റിൽ നിന്ന്. ഈ വാഹനങ്ങളൊക്കെ അമിത വേഗതയിലാണോ ഇവിടെ? അമിത വേഗതയിലാണ്. മാത്രമല്ല ഈ ട്രാൻസ്ഫോമർ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പരാതി കൊടുത്ത് ഞാൻ ദേശാഭിമാനിയിലെ ചീഫ് റിപ്പോർട്ടറായിരുന്നു, ചീഫ് സബ് എഡിറ്ററായിരുന്നു. കുറച്ച് കൊല്ലമായിട്ട് റിട്ടയർ ചെയ്തതാണ്. ഈ ട്രാൻസ്ഫോമർ മാറ്റാൻ പറഞ്ഞിട്ട് അവർ മാറ്റിയില്ല. ഒരിക്കൽ രാത്രിയിൽ മുഴുവൻ ഈ ട്രാൻസ്ഫോമർ ഇടിച്ച് പൊളിച്ച് തരിപ്പണാക്കിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇലക്ട്രിസിറ്റിക്കാർ അത് വീണ്ടും പുനഃസ്ഥാപിക്കുകയായിരുന്നു. മാറ്റാൻ പറ്റില്ല എന്നാണ് അവരെ മറുപടി ഉണ്ടായത്. പേടിയുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത്. അപകടമാണോ? സ്ഥിരം ഇവിടെ അപകടമാണുള്ളത്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഇതിപ്പോൾ ഇതെന്തോ ഭാഗ്യത്തിന് ഇത് ട്രാൻസ്ഫർ പൊളിഞ്ഞിട്ടില്ല. ബാക്കി സമയത്തെല്ലാം ട്രാൻസ്ഫർ പൊളിഞ്ഞിട്ടെല്ലാം അടിച്ച് പിടിച്ച് നല്ല പോക്ക് തന്നെയാണ്. കാരണം ഇലക്ട്രിക് പോസ്റ്റ് അടിച്ചു. പൊട്ടി വീണപ്പോൾ എന്തോ അവിടെ നിന്ന് ഞാൻ മാറിയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല, മതിലിനും ഇടിച്ചില്ല. ലോറി ഡ്രൈവർ കുറച്ചും കൂടി കെയർഫുൾ ആയതുകൊണ്ടായിരിക്കണം ഇടിക്കാതിരുന്നത്. കാരണം ട്രാൻസ്ഫോമറിനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കത്തിപ്പോകുമായിരുന്നു.